എല്ലാവർക്കും സ്വാഗതം സ്മാർട്ട് ടൈമിന്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ആഴ്ചയിലെ കാൻഡിഡേറ്റ് നമ്മുടെ അടുത്ത് കുറെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിസ്കഷൻ ആണ് ഇന്ന് ഞാനും ഐറിൻ ചേച്ചിയും കൂടി ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ അവസാനം നമ്മൾ കുറച്ച് വേക്കൻസി കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ആരും മിസ്സാക്കരുത്. ഫുൾ വീഡിയോ കണ്ടോളൂ. കീപ് വാച്ചിങ്. അതായത് അപ്പൊ ജൂലിയ പറഞ്ഞ പോലെ നമ്മള് ഈ ഒരു കാൻഡിഡേറ്റ്സ് ജോബിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ ഫെയിൽ ആവുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ജൂലിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ജൂലിയ ചോദിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ കീപ് വാച്ചിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേക്കൻസി പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഫുൾ വീഡിയോ കാണാം. വേക്കൻസി നോക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും വേക്കൻസി ഫ്രണ്ട്സിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വേക്കൻസീസ് കിട്ടാനും ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. സോ കീപ് വാച്ചിങ്. അപ്പോൾ ജൂലിയ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, ഇന്ന് കാൻഡിഡേറ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടൊരു റെസ്യൂം ഇല്ല. അതായത് ചിലവര് ജസ്റ്റ് ഒന്ന് PDF പോലെ കാര്യങ്ങൾ എഴുതി അവരുടെ ഫാമിലി ഡീറ്റെയിൽസ്, എന്താണ് പഠിച്ചത്, എന്താണ് എക്സ്പീരിയൻസ്, ഇത് മാത്രം എഴുതിയിട്ട് റെസ്യൂം ആയിരിക്കും. കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം ആണ് ആദ്യം വേണ്ടത്. കാരണം നിങ്ങൾക്ക് പ്രൊഫഷണലി അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസും സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസ്യൂം കൂടി അവർ സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് ഇന്റർവ്യൂവിന് അവർ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കോൾ പോലും അവർക്ക് വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇന്റർവ്യൂ കോൾസ് കിട്ടുന്നുണ്ട്, പക്ഷെ സെലക്ഷനിലേക്ക് അത് എത്തുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് അവര് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവര് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിൽ എങ്ങനെ അവര് പെർഫോം ചെയ്യുന്നു, ആ ഒരു സ്മാർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യുന്നത്, അതുപോലെ സ്കില്ല് യൂസ് ചെയ്യുന്നത്, എങ്ങനെ അവര് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ആ ഒരു ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ കമ്പനീനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ അവർക്ക് കമ്പനീനെ പറ്റി എന്തെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്പനിയുടെ എങ്ങനെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടാൻ പറ്റും, കമ്പനിയുടെ ഈ ഒരു ജോബ് റോൾ നിങ്ങൾക്ക് എങ്ങനെ കമ്പനിയിൽ കറക്റ്റ് ആയിട്ട് വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളതിനൊന്നും അവർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ പലർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറെ കാൻഡിഡേറ്റ് വരുന്നുണ്ട്, ഫ്രഷേഴ്സ്. അപ്പൊ അവരെന്താണ് ചെയ്യേണ്ടത്? അതായത് അവരിപ്പോ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഫ്രഷർ ആയിട്ട് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ ആളാണെങ്കിലും ഇപ്പൊ അവർ മേ ബി എന്തെങ്കിലും പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ റെസ്യൂമിൽ കറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തണം. അപ്പൊ ആ ഒരു സ്കില്ല് അവർക്ക് ഉണ്ട്, അതിൽ ആ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ആ ഒരു ഇന്റർവ്യൂറിന് അറിയാനായിട്ട് ആ ഒരു റെസ്യൂമിലാണ് അറിയാൻ പറ്റുക. ഫ്രഷർ എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ചെയ്തിട്ടുള്ള പ്രൊജക്ടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കില്ലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം റെസ്യൂമിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പല കമ്പനീസ് ചോദിക്കാറുള്ളത് സാലറി എക്സ്പെക്ടേഷൻ എത്രയായിരിക്കും. അതിന് കാൻഡിഡേറ്റ് എന്താണ് പറയേണ്ടത് കൃത്യമായിട്ട്? അതായത് പലരും ഇങ്ങനെ സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കുമ്പോൾ അവര് ഒന്നില്ലെങ്കിൽ ഇന്റർവ്യൂയോട് പറയും, അല്ലെങ്കിൽ അവർ പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കാം. കാരണം ഒരു ഫ്രഷർക്ക് കിട്ടുന്ന സാലറി ആയിരിക്കില്ല അവർ പറയാം. അപ്പൊ മാർക്കറ്റില് അല്ലെങ്കിൽ ഇപ്പൊ കറന്റ് നമ്മൾ ജോബ് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു സാലറി സ്കെയിൽ പോകുന്നത് എന്ന് ആദ്യം അന്വേഷിച്ച് അവരുടെ സ്കില്ലിനെ മാച്ച് ചെയ്ത് ആ ഒരു റേഞ്ചാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് കമ്പനിയോട് പറയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ശരി. പിന്നെ എല്ലാ ഇന്റർവ്യൂവിനും ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അതിനെന്താണ് ആൻസർ പറയേണ്ടത് മെയിനായിട്ട്? ഓക്കെ, അതായത് ഇൻട്രൊഡക്ഷൻ. നമ്മളൊരു ഇന്റർവ്യൂവിന് മുമ്പ് ഓരോരും ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നതില് നമ്മൾ കൂടുതലും ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കാണ് അതിലൊരു പ്രശ്നം വരാം. അവർ പറയാ ഫാമിലിനെ പറ്റി പറയും, അല്ലെങ്കിൽ പഠിച്ച സ്ഥലം, അങ്ങനത്തെ കൂടുതൽ പറയും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് ചെറിയൊരു വാക്കിൽ പറയാ. അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കില്ലിനെ പറ്റി, നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി, മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകൾ, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ ഇൻട്രോ കൂടുതലായിട്ട് പറയാനായിട്ട്. ഓക്കെ, ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ അതിന്റെ എൻഡിൽ എന്താണ് കൂടുതലായിട്ടും സംസാരിക്കേണ്ടത്? അതായത് ഫസ്റ്റ് ഓഫ് ഓൾ HR താങ്ക് യു പറയാം ഇങ്ങനൊരു ഇത് തന്നതിനും. പിന്നെ അതനുസരിച്ചുള്ള ഫോളോ അപ്പ് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ, അതായത് ഒരു പ്രൊഫഷണൽ രീതിയിൽ അതിന്റെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ വരാം. അല്ലാതെ അവര് വിളിക്കും അല്ലെങ്കിൽ അവരുടെ കോള് വരുന്ന പ്രതീക്ഷിച്ച് മാത്രം ഇരിക്കരുത്. നമ്മുടെ ഭാഗത്തുനിന്ന് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ഉണ്ടാകണം. ഓക്കെ, അവസാനമായിട്ട് കാൻഡിഡേറ്റിനോട് എന്താണ് പറയാനുള്ളത്? അതായത് ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ട് ആൾക്ക് റിജക്ഷൻ ആയിരിക്കാം, മേ ബി, അല്ലെങ്കിൽ ആൾ അക്സെപ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. റിജക്റ്റഡ് ആയെങ്കിൽ അത് ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ റിജക്ട് ആയത്, എന്തെങ്കിലും റെസ്യൂമിൽ എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞ പോലെ ഇതിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യണം, റെസ്യൂംസ് അപ്ഡേറ്റ് ചെയ്ത് പ്രൊഫഷണൽ രീതിയിലാക്കുക. കോൺഫിഡൻസ് കളയാതെ വീണ്ടും ജോബ് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടുന്നത് വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ റെസ്യൂം അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ പങ്കെടുക്കുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നന്നായി ആക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇന്റർവ്യൂവിന് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വീക്കിൽ നമുക്ക് വന്നിട്ടുള്ള മെയിൻ വേക്കൻസീസ് ആണ്.
അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ കേരളത്തിൽ ഒരുവിധ എല്ലാ ജില്ലകളിലും വേക്കൻസീസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹാഫ് സാലറി എന്ന് പറഞ്ഞ് ചാർജ് വരുന്നില്ല. അപ്പൊ നിങ്ങൾ ജോബ് നോക്കുന്ന ആളാണെങ്കിൽ നമുക്കിപ്പോ വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും വന്നിട്ടുണ്ട്, HR വന്നിട്ടുണ്ട്, മാർക്കറ്റിംഗിൽ, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനർ. ഇതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെയുള്ള വേക്കൻസീസ് നമുക്കുണ്ട്. അപ്പൊ ജോബ് നോക്കുന്നവർ വേഗം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ CV അയക്കാം. കാരണം നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ഫീമിൽ തന്നെ ഒരു വർഷത്തേക്കുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് കിട്ടും. അപ്പോൾ ജൂലിയും ഐറിനും ഇവിടുന്ന് സൈൻ ഓഫ് ആയാണ്. താങ്ക് യു ഫോർ